ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ 9 വർഷം ദോഹ പള്ളിയിൽ പ്രസംഗത്തിന് പോയപ്പം ഒരു മനുഷ്യൻ എന്നെ കാണാൻ വന്നത് ഉച്ചയ്ക്ക് നട്ടുച്ചയാണ്, ബുധനാഴ്ചയാണ്. കാണാൻ വന്ന് കണ്ടേച്ച് കാലും കൈ കഴിയും മേളി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചിറങ്ങിയെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എവിടെ സ്ഥലം? ഇന്നടത്താണ്. സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല, സാധാരണ എല്ലായിടും പറയുന്നത്. അപ്പോൾ ഇന്നടത്താണ് സ്ഥലം പറഞ്ഞു. 54 വയസ്സ് പ്രായമാണ്, 2 മക്കളുണ്ട്. കൊറോണയ്ക്ക് മുമ്പ് നാട്ടിൽ പോയത്, പിന്നെ പോയിട്ടില്ല. അങ്ങനെ പള്ളിയിലൊന്നും അങ്ങനെ വരാനുള്ള സൗകര്യമുള്ള ആളുമല്ല. പൊരി വെയിലെത്താണ്. ഇപ്പം നല്ലോണം നമ്മൾ ഉരുകുന്നുണ്ട്. ഈ ഫാനൊക്കെ ഇട്ടുള്ള ഇച്ചിരി ചൂടുണ്ടല്ലേ. പക്ഷേ ഇതിൻ്റെ ഒരു 150 ഇരട്ടി ചൂടുള്ള സ്ഥലമാണ് ഗൾഫ് നാടുകൾ. ഈ മനുഷ്യൻ്റെ നാട്ടിലെ ശമ്പളം 38,000 രൂപയാണ്. ജോലി ഗാർഡനിങ് ഉണ്ടല്ലോ റോഡിൻ്റെ സൈഡിൽ. ഈ പൊരി വെയിലാണ് നമ്മൾ ഓർത്തോണം. ബുധനാഴ്ച വന്നത് പ്രാർത്ഥിക്കാൻ വന്ന, ലിഫ്റ്റ് കിട്ടിയാ വന്നത്. തിരിച്ചെങ്ങനെയും പോകും. എന്താണെന്നറിയോ വന്നത്? ബുധനാഴ്ച 54 വയസ്സുകാരന് ഉപവസിക്കാൻ വന്നു. ഉപവസിച്ചിട്ട് നിർത്താൻ വണ്ടിയില്ലാത്ത 38,000 രൂപ നാട്ടിൽ ശമ്പളം വാങ്ങിക്കുന്നതാണ്. മൂത്ത മോള് മംഗലാപുരത്ത് 2ാം വർഷം നേഴ്സിങ്ങിന് പഠിക്കുന്നു. ഇളയത് +2 പഠിക്കുന്നു. 10-13,000 രൂപ ചെലവാകും. 25,000 രൂപ അല്പം പോലും മുറിയാതെ ഭാര്യയുടെ പേരിൽ അയച്ചു കൊടുക്കും. ആ അപ്പനുണ്ടല്ലോ, പെരുന്നാളില്ല. നിങ്ങളുടെയൊക്കെ അപ്പന്മാർ ചിലപ്പോൾ ഇപ്പം ഗൾഫിലായിരിക്കും. വരണമെന്ന് ആഗ്രഹമാണ്. ഇവിടെ കിടന്ന് ഈ ലൈവ് കാണുമ്പോൾ നെഞ്ചു പടയ്ക്കുക. അവരുടെ ഞങ്ങളുടെ പള്ളി, റാസ, ലൈറ്റ്, കൊടിമരം, മുത്തുക്കൊട, ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ. എന്നിട്ട് ഈ മനുഷ്യൻ, നിങ്ങൾ ഓർത്ത് നോക്കേണ്ട കാര്യമാണ്. എന്നിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു കുറെ നാളെ, കാരണം മക്കൾ പഠിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ 10-12 മാസം പറയും ഒരു നല്ല ഫോൺ വേണം, ബൈക്ക് വേണം, ഇത് വേണമെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, അമ്മയോടെ നിങ്ങൾ ഇത് പറഞ്ഞത്. പക്ഷെ അമ്മ വിളിച്ചു പറയും, ഈ പാവം പിടിച്ച റൂംമേറ്റിന്റെ കാശ് കടം വാങ്ങിച്ചിട്ടോ ഈ മനുഷ്യനെ അയച്ചു കൊടുക്കുന്നത്. കാരണം എന്താ? ഞാൻ അനുഭവിച്ച സങ്കടങ്ങളൊന്നും എൻ്റെ പിള്ളേര് അനുഭവിക്കരുത് കേട്ടോ. ഈ അപ്പൻ അയച്ചു കൊടുക്കണം. നിങ്ങളിങ്ങനെ കടയിൽ ചെന്ന് ജ്യൂസ് കുടിച്ചിട്ട് കിൻഡർ ജോയ് വാങ്ങിച്ചിട്ട് 40 രൂപ കൊടുക്കാൻ വേണ്ടി ഗൂഗിൾ പേത്തിൽ ഒരു ശബ്ദമൊക്കെ കേൾക്കും. നല്ല രസമാണ് അതൊക്കെ, ഗൂഗിൾ പേ ഒരു ശബ്ദം കേൾക്കുന്നത് കാശ് പോകുമ്പോൾ. പക്ഷെ ഈ ശബ്ദം കേൾക്കുമ്പോൾ ഈ പാവം പിടിച്ച മനുഷ്യൻ പള്ളിയുടെ മുമ്പിലെങ്ങാനും വെച്ചിരിക്കുന്ന, ഇങ്ങനെ ഇപ്പം പല പാർട്ടിക്കാരും പള്ളിക്കാരൊക്കെ വെച്ചിരിക്കുന്ന പോലെ റോഡ് സൈഡിൽ അലമാര വെച്ചിട്ടില്ലേ, അവിടുന്ന് ഒരു കുബൂസും വെള്ളമൊക്കെ എടുത്തോണ്ട് പോയിട്ട് ഈ മനുഷ്യൻ എന്ത് ചെയ്യുക? കുടിച്ചേച്ചാണ്, പട്ടിണി കിടന്നേച്ചാണ് ഈ പൈസ ആർക്ക് അയച്ചു കൊടുക്കുന്നത്? മക്കൾക്ക് അയച്ചു കൊടുക്കുക. വേറൊരു സ്ഥലത്ത് ഈ റീസെന്റ് ചെന്നപ്പോൾ ഗൾഫിലാണ്, അപ്പുറത്തിരുന്ന മനുഷ്യൻ ഇപ്പുറത്ത് വന്നു, കുമ്പസാരം നടക്കുകയാണ്. ഇപ്പുറത്ത് വന്നു, ഓടി വന്നു. 10-50 വയസ്സ് മേളുണ്ട്. എന്നോട് പറഞ്ഞു, അച്ഛൻ പ്രാർത്ഥിക്കണം. എന്നുവെച്ചാൽ എന്താ? ജോലിയില്ല അച്ഛാ, 2 മാസമായി ജോലി ഇല്ലാതായിട്ട്. കാരണം എന്താ? ജോലി പോയതാണ്. അപ്പൊ ഈ 2 മാസം കൊണ്ട് ഒത്തിരി ഇടത്ത് കയറി നടന്നു. വണ്ടിയൊന്നുമില്ല, വാഹനമൊന്നും, ഒത്തിരി ഇടത്ത് കയറി നടന്നു.